ഹായ്, എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത് കോഴിയിറച്ചി വരട്ടിയതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇറച്ചി വരട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോഴിയിറച്ചിയാണ്. അപ്പോൾ കുറച്ച് മസാല തേച്ചേക്കാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, 1/4 ടീസ്പൂണ്. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടാ, 1/4 ടീസ്പൂൺ ഉണ്ടാവും. മസാല പൗഡറാണ്, ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. ഇതൊക്കെ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുഴച്ച് ഒരു 2-3 മണിക്കൂർ എടുത്ത് വയ്ക്കാൻ പോവാണേ. മസാല ഇരുന്ന് പിടിക്കട്ടെ. മസാലയൊക്കെ മൂടി വയ്ക്കാട്ടോ. ഉപ്പ് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. 1.5 ടീസ്പൂൺ ഉണ്ടാവും വെളിച്ചെണ്ണ. കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറവായി വെക്കട്ടോ. അപ്പം എല്ലാം നമ്മൾ ഇറച്ചിയിൽ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കുമ്പോൾ പൊടിച്ചു വെച്ച മസാലയിൽ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് വേറെ ഒന്നും ഇടണില്ല, പട്ടയൊന്നും ഇടണില്ല. അപ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, 2 ഏലക്ക, ഇതൊക്കെ ചതച്ചത്, ഗ്രാമ്പ്, അതൊക്കെ കൂടി ഇട്ട് കൊടുക്കാട്ടോ. ഗ്രാമ്പൊക്കെ മുഴുവനോടെ, ഏലക്ക 2 ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സവാളയാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എടുത്തോ. പേസ്റ്റോട് ചെറിയ ഉള്ളിയാണ്. ഇതും നല്ലോണം ഇതിൽ കിടന്ന് വഴങ്ങി വെച്ചേക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂൺ. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. സ്വല്പം കറി മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കോഴിയിറച്ചി ഞാൻ ഉപ്പിട്ട് വേവിച്ചത്, ഉപ്പും മസാലയൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് വേവിച്ച് വെച്ച ഇറച്ചിയാണ്. അപ്പൊ ഈ മസാലയൊക്കെ കൂടി ഇനി ഇതിൽ കിടന്ന് പിടിക്കട്ടെ, സെറ്റായി വരട്ടെ. നമുക്കിത് മൂടി വെക്കാട്ടോ. സിമ്മിലിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ മസാലയൊക്കെ നല്ലോണം ഒന്നും കൂടി ഇറച്ചിയിൽ പിടിച്ചോളൂ. എല്ലാവിടെയും തിളയ്ക്കുന്നുണ്ടല്ലോ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിടാം. അങ്ങനെ തിള വരുമല്ലോ, അപ്പോൾ നല്ലോണം ആ തിളയുടെ ഇത് ഇറങ്ങിക്കോളും. തിളച്ച് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മാംസത്തിലേക്കൊക്കെ ആ ചാറിൻ്റെ ഐറ്റംസ് ഒക്കെ ഇറങ്ങിക്കോളും. അപ്പം ഇനി ചെറിയ സിമ്മിലിട്ട് വെച്ചാൽ അതവിടെ കിടന്ന് നല്ല നല്ല പാകത്തിനായി കിട്ടും. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് നല്ല വെന്ത് കിട്ടും കേട്ടോ. വെന്തിട്ടുണ്ട് ഇറച്ചി. അത് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടേ ഇത്രയുണ്ട്. ഉലുവപ്പൊടിയാണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ എണ്ണയിൽ മുറിച്ചിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ, മുമ്പിട്ട് കൊടുത്താൽ കഴിക്കും. ഇതൊക്കെ കൂടിയിട്ട് ഇളക്കരുത്.
ഇപ്പൊ സ്വല്പം കുറവുണ്ട്, ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കൊത്തമല്ലി ചപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓഫ് ആക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലെ വെച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണേ.